നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗധേയം നിർണ്ണയിക്കുന്ന അടയാളങ്ങളായി തീരാറുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന ചില അവസരങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ജീവസന്ദേശത്തിൻ്റെ പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. ദൈവിക അധികാരം ദൈവവിളിയുടെ അവിഭാജ്യ ഘടകമാണ്. അതും വെറും വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിൽ കൂടെയാണ് വെളിപ്പെടേണ്ടത്. അതോടൊപ്പം സ്വന്തം ബലഹീനതകളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചുള്ള ആഴമായ തിരിച്ചറിവും ദൈവവിളി ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായി ഉണ്ടായിരിക്കണം. മോശയുടെ ജീവചരിത്രം ഏതൊരു ദൈവഭൃത്യനെയും നിശ്ചയദാർഢ്യമുള്ളവനാക്കുവാൻ പ്രാപ്തമാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. മനുഷ്യരുടെ ഒരു വലിയ പ്രശ്നമാകുന്നു മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്കുള്ള പദവിയും ആസ്തിയും എനിക്കുണ്ടായിരുന്നു എങ്കിൽ ഞാൻ അവരെക്കാൾ ഭംഗിയായി അവർ ചെയ്യുന്ന പണി ചെയ്തേനെയും എന്ന ചിന്ത. ഇത് ആരെയും എങ്ങും എത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള മത്സരം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്കുള്ളത് വെച്ച് നിങ്ങളാൽ ആവത് ചെയ്യുക എന്നൊരു പ്രമാണമുണ്ട്. അനുവർത്തിക്കുവാൻ കൊള്ളാകുന്ന ഒരൊന്നാന്തരം പ്രമാണമാണത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റു പലർക്കും ഉള്ളതിനേക്കാൾ ഏറെ അവസരങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കും. പ്രയോജനപ്പെടുത്തുവാൻ മനസ്സുണ്ടാക്കണമെന്ന് മാത്രം. ഉണങ്ങി ഉപയോഗശൂന്യമായി എന്ന് നാം കരുതുന്ന എന്തിനേയും ഉപയോഗിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. അത് അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് മാത്രം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ മോശ മിസ്രൈമിലേക്ക് മടങ്ങുന്നതും മോശയുടെ തെറ്റായ നടപടിയെ ദൈവം തിരുത്തുന്നതും നാം കാണുന്നുണ്ട്. മോശയ്ക്കേറെ ചോദ്യങ്ങളും മനസ്സിൽ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാകുന്നു. മോശ ആകെ മടുത്തു. സ്വന്തം കഴിവുകൾ കൊണ്ടും സാമർഥ്യം കൊണ്ടും ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ശ്രമിക്കുന്നവരൊക്കെ ഈ മടുപ്പ് നേരിട്ടിട്ടുണ്ടാവും. ദൈവം തന്നെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുവാൻ താൻ പ്രാപ്തനല്ല എന്ന് സ്ഥാപിക്കുവാൻ മോശയുടെ കയ്യിൽ ഒരുപാട് ഉപാധികളുണ്ട്. അതവൻ നിരത്തുകയും ചെയ്തു. ഒന്നോർത്താൽ നാമും ഇങ്ങനെ തന്നെയല്ലേ? എന്നാൽ മോശ ഉയർത്തുന്ന ഓരോ തടസ്സത്തിനുമുള്ള ഉത്തരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒരുമിച്ച് ഈ വിഷയം നമുക്കൊന്ന് ചിന്തിക്കാം, ഇല്ലേ? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ മോശ ഈ വടിയെ പല വിധത്തിൽ ഉപയോഗിക്കുന്നത് നാം കാണുവാൻ പോകുകയാണ്. അതവന് ദൈവം നൽകിയ അധികാരത്തിൻ്റെ ചിഹ്നവും ദൈവ സാന്നിധ്യം മോശയോട് കൂടെ ഉണ്ടെന്നുള്ളത് ഇസ്രായേല്യർക്കും മിസ്രൈമ്യർക്കും തിരിച്ചറിയുവാനുള്ള ഒരു സാക്ഷ്യവുമായി തീർന്നു. അതുപോലെ തന്നെ അത് അവന് ശക്തിയുടെ കേന്ദ്രമായും സഹായമായും കൂടെയിരിക്കുന്നതാണ് എന്ന് ദൈവം പറഞ്ഞു. അതാണ് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. മോശ വടി നിലത്തിട്ടപ്പോൾ അതൊരു ഭീകര സർപ്പമായി തീർന്നു. വടിക്ക് അതിൽ തന്നെ ശക്തിയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ദൈവത്തിനും പിശാചിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വെറും ഒരു ഉപകരണം മാത്രമാണ്. ഉദാഹരണത്തിന് വടിയെ നമുക്ക് പണത്തോട് ഉപമിക്കാം. പണം കൊലപാതകത്തിന് കൂലി കൊടുക്കുന്നതിനോ വ്യഭിചാരവൃത്തിയുടെ കൂലിയായോ
മദ്യം വാങ്ങുന്നതിനോ ചൂത് കളിക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആ പണം തിരിഞ്ഞു കൊത്തി നമ്മെ കൊല്ലുന്ന ഒരു സർപ്പമായി തീരാവുന്നതാണ്. പണമോ വടിയോ എന്തുമാകട്ടെ, ദൈവശക്തിയിൽ നടക്കുന്ന ദൈവമനുഷ്യൻ്റെ കയ്യിൽ ലഭിക്കുമ്പോൾ മാത്രമേ അത് ദൈവത്തിന് വേണ്ടി ഉപയോഗപ്രദമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ അത് സമൂഹത്തിന് വാസ്തവത്തിൽ പ്രയോജനമാകൂ. അപ്പോൾ മാത്രമേ മനുഷ്യനത് അർത്ഥവത്തായി ആസ്വദിക്കുവാൻ സാധിക്കൂ. ഈ ഭാഗത്ത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ മോശയോട് നിൻ്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അതവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. നമുക്കുള്ള വാഹനം, റേഡിയോ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇവയൊക്കെ സാത്താൻ്റെ വകയാണെന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. സാത്താന് തൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇവയെ ഉപയോഗിക്കാൻ കഴിയും, സംശയമില്ല. അതുപോലെ തന്നെ അവയെല്ലാം ദൈവത്തിനു വേണ്ടിയും ഉപയോഗിക്കപ്പെടാവുന്നതാണ്. മോശയോട് ദൈവം പറയുന്നത് ആ സർപ്പത്തിൻ്റെ വാലിന് പിടിച്ചെടുക്കുക എന്നാണ്. നിങ്ങളുടെ വാഹനം ദൈവമക്കളെ ആരാധനയ്ക്ക് കൊണ്ടുപോകുന്നതിനോ, രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ഥലത്ത് കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകുന്നതിനോ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതെനിക്ക് മാത്രം, മറ്റാർക്കും ഇതിനകത്തൊരു അവകാശവും ഇല്ല എന്ന വിധത്തിൽ നാം സ്വാർത്ഥതയോടെ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും മറ്റാർക്കും പ്രയോജനപ്പെടുകയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ ടി വിയിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിലൂടെയുമുള്ള ക്രിസ്തീയ പരിപാടികളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കും. അത്തരം മാധ്യമങ്ങൾ ദൈവകരത്തിലെ ഇണങ്ങിയ ആയുധങ്ങളായി തീരുന്നതിന്, ഒരു വടിയായി തീരുന്നതിന് നിങ്ങളും പങ്കാളിയാകുവാൻ സാധിക്കും. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവം മോശയെ വിളിച്ചു. ദൈവം അവനെ 40 വർഷക്കാലം മരുഭൂമിയിൽ പരിശീലിപ്പിക്കുകയും എരിയുന്ന മുൾപ്പടർപ്പിൽ വെച്ച് അവന് ദൈവം നിയോഗം നൽകി അവനെ അയക്കുകയും ചെയ്തു. ഒരു കാലത്ത് ദൈവം നിശ്ചയിച്ച സമയമാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ മക്കളുടെ രക്ഷകനായി തീരണമെന്ന താല്പര്യം മോശയ്ക്കുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ദൈവം കൊടുത്ത ഉത്തരവാദിത്വം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നു. അവൻ ദൈവത്തോട് തടസ്സങ്ങൾ ഉന്നയിക്കുന്നു. ദൈവം അവൻ്റെ കയ്യിലൊരു വടി കൊടുത്തു. ദൈവത്തിന് തന്നെ ഭരമേൽപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ്റെ കരത്തിൽ ദൈവഹിതപ്രകാരം ഉപയോഗിക്കുമ്പോൾ ഈ വടി അവൻ്റെ അധികാര ചിഹ്നമായി തീരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ പോകുന്ന മോശയ്ക്ക് ദൈവം വേറെ ഒരു ഉറപ്പിൻ്റെ അടയാളം കൂടി നൽകുകയും അവനെ ഒരു പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ പിന്നെയും അവനോട് നിൻ്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. നിൻ്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു. മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു. എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. ഇവിടെയുള്ള മഹത്തായ ഒരു ദൂത് മോശയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളതാണ്. അവൻ്റെ മാർവിടം അവൻ്റെ ആന്തരിക ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. സദൃശവാക്യങ്ങൾ 4:23 നാം വായിക്കുന്നു, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ താല്പര്യമാണ് കൈ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്വയം വിധേയപ്പെടുത്തിയ മനുഷ്യൻ്റെ കയ്യിൽ വടി ഏൽപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ മോശയുടെ കൈ അവൻ്റെ ഹൃദയത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു എന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷവും പുറപ്പെടുവിക്കുന്നു എന്ന്. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ദൈവം മോശയോട് പറയുന്നത് തനിക്ക് മോശയുടെ കൈയും ഹൃദയവും ആവശ്യമുണ്ടെന്നാണ്.
ദൈവം അതേ കാര്യം ഇന്ന് നിങ്ങളോടും എന്നോടും പറയുന്നു. ദൈവത്തിന് നമ്മുടെ പണവും നമ്മുടെ കഴിവുകളും അല്ല, എന്നെയും നിങ്ങളെയുമാണ് ആവശ്യം. അവന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കൊള്ളും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നാം പലപ്പോഴും നമുക്കുള്ള വകകൾ കൊടുക്കുവാൻ ഉത്സാഹം കാണിച്ചേക്കാം, എന്നാൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം താല്പര്യപ്പെടുന്നുണ്ടോ? മോശ തൻ്റെ കൈ മാർവിടത്തിലിടുകയും അത് പുറത്തെടുത്തപ്പോൾ കുഷ്ഠമുള്ളതായി കാണുകയും ചെയ്തു. അവൻ തൻ്റെ കൈ വീണ്ടും മാർവിടത്തിലിട്ടു, അത് ശുദ്ധിയുള്ളതായി തീർന്നു. വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ള അവസ്ഥ പുറത്തു വരും. തനിക്ക് തന്നെ വിധേയപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ആ വടി നൽകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അയാളുടെ സമർപ്പിക്കപ്പെട്ട ഹൃദയത്തിനൊപ്പം ആ മനുഷ്യൻ്റെ കരവും പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം മോശയ്ക്ക്, ഇസ്രായേൽ മക്കൾക്ക് ഒക്കെ കൊടുത്ത വലിയ പാഠം. ഇന്ന് നമുക്കുള്ള പാഠവും ഇതുതന്നെയാണ്. 10-ാം വാക്യത്തിൽ കാണുന്നത്, മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഒഴികഴിവ് പറയുകയാണ് മോശ ചെയ്യുന്നത്. അവൻ പറയുന്നു, ഈ ജോലിക്ക് താൻ കഴിവുള്ളവനാണെന്ന് തനിക്ക് അഭിപ്രായമില്ല. ഇത് വാസ്തവത്തിൽ സ്വയസഹതാപം ആകുന്നു. അതിന് ദൈവം എന്താ പറഞ്ഞത്? അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. തനിക്ക് അവൻ്റെ കൈ മാത്രമല്ല വായും കൂടെ ആവശ്യമുണ്ടെന്നാണ് ദൈവം മോശയോട് പറയുന്നത്. മോശയുടെ വായോടുകൂടെ ഇരുന്ന് എന്താണ് പറയേണ്ടതെന്ന് ഉപദേശിച്ചു കൊടുക്കാമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ സംസാരിക്കുന്നു. ഹൃദയമാകുന്ന കിണറ്റിലുള്ളത് വായാകുന്ന ബക്കറ്റിൽ കൂടി പുറത്തു കൊണ്ടുവരുന്നു എന്നൊരു ചൊല്ലുണ്ട്. ദൈവത്തിന് മോശയുടെ ഹൃദയവും കൈയും നാവും ആവശ്യമാണ്. മാത്രമല്ല, നമ്മുടെയും കൈയും ഹൃദയവും നാവും അവൻ ആവശ്യപ്പെടുന്നു. 13-ാം വാക്യത്തിൽ കാണുന്നത്, എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റേ ആരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. തനിക്ക് പകരം മറ്റൊരാളിനെ കണ്ടുപിടിക്കാനാണ് മോശ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. 40 വർഷത്തെ മരുഭൂമിയിലെ വാസം ആകെ മരവിച്ച ഒരവസ്ഥയിൽ മോശയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ച് പെട്ടെന്നുണ്ടാകുന്ന തീഷ്ണതയ്ക്ക് അനുസരിച്ച് എടുത്തു ചാടി പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന പരാജയമാണ് മോശയിൽ നാം കാണുന്നത്. ഇന്ന് മോശ താൻ ആയിരിക്കുന്ന പരിമിതമായ ചുറ്റുപാടിൽ ഒതുങ്ങിക്കൂടുവാൻ അവൻ ശ്രമിക്കുകയാണ്. 14 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിൻ്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവനെ വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ച് തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. തനിക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരാളെ ദൈവത്തോട് ആവശ്യപ്പെടുക വഴി മോശ ഒരു വലിയ അബദ്ധമാണ് കാണിച്ചത്. ഇത് ശ്രദ്ധിക്കണം. ദൈവം അവൻ്റെ ആവശ്യം അനുവദിച്ചു കൊടുത്തു എന്നത് ശരി, എന്നാൽ അതല്ല ദൈവം ആഗ്രഹിച്ചത്. അതുമൂലം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നാം ഓർക്കണം. പിന്നീട് മോശ സീനായി മലയിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് ആരാധിക്കുവാൻ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തത് ഈ അഹരോനാണ്. അഹരോൻ്റെ ഏറ്റവും ബുദ്ധിഹീനമായ പ്രവർത്തനം അതായിരുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. സമാനമായ മറ്റു പ്രശ്നങ്ങളും സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സത്യത്തിൽ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന വേലയ്ക്ക് ദൈവത്തിന് അഹരോൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണം, പല ആളുകളും തങ്ങളുടെ ബന്ധുക്കളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി സുവിശേഷ വേലയ്ക്കിറങ്ങും.
അവർക്ക് വാസ്തവത്തിൽ ദർശനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാതെ തങ്ങൾക്കൊരു സഹായമായിക്കൊള്ളട്ടെ എന്ന് ചിന്തിച്ചാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അതെത്രമാത്രം ദോഷം പിന്നീട് വരുത്തി വയ്ക്കുമെന്ന കാര്യം പലപ്പോഴും പിന്നീടാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാൻ മോശയെ മാത്രമേ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ മോശ മടി കാണിച്ചിരുന്നത് കൊണ്ട് അവനോടൊപ്പം വേറൊരാളിനെ കൂടെ അയക്കുവാൻ ദൈവം നിർബന്ധിതനാവുകയാണ് ഉണ്ടായത്. ദൈവത്തെ ആർക്കും നിർബന്ധിക്കുവാൻ സാധിക്കില്ല സുഹൃത്തെ. എന്നാൽ ഈ സാഹചര്യത്തിൽ മോശയുടെ ഒരു പരാജയം എന്ന വിധത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ ബലഹീനതകളെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. എന്നാൽ ഒരു പ്രത്യേക വേലയ്ക്കായി ദൈവം നമ്മെ വിളിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടെ നാം അത് സ്വീകരിക്കേണ്ടതാണ്. ഏത് ജോലിക്കായി അവൻ നമ്മെ വിളിക്കുന്നുവോ അതിനുള്ള ശക്തിയും സാഹചര്യവും അവൻ നൽകുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. പല പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ സംഘടനയിൽ വെളിയിൽ നിന്ന് ആരെയെങ്കിലും ഉൾപ്പെടുത്തുവാൻ വലിയ പ്രയാസമാണ്. ഞാൻ ക്രിസ്തീയ സംഘടനയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ദർശനമുള്ള അപ്പൻ ആരംഭിച്ച ശുശ്രൂഷ ദർശനമില്ലാത്ത കുടുംബക്കാരെ ഏൽപ്പിച്ച് നശിപ്പിച്ച് കളയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. ഇത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്നതാകുന്നു എന്ന് മറക്കരുത്. മോശയ്ക്ക് പോലും ആ അബദ്ധം പറ്റി. 17-18 വാക്യങ്ങളിൽ നാം കാണുന്നത്, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിൽ എടുത്തുകൊള്ളുക. പിന്നെ മോശ തൻ്റെ അമ്മായപ്പനായ യിത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രൈമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. യിത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ കഴിഞ്ഞ 40 വർഷങ്ങളായി ഈ മോശയ്ക്ക് അവരുമായി അല്ലെങ്കിൽ തൻ്റെ ജനവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതൊരു നീണ്ട ഇടവേള തന്നെയായിരുന്നു. 19 വാക്യത്തിൽ കാണുന്നത്, യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. മിസ്രൈമിലൊരു പുതിയ ഫറവോനാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മോശയെ കൊന്നുകളയുവാൻ കൽപ്പന കൊടുത്ത ഫറവോൻ മരിച്ചുപോയതിനാൽ മോശയ്ക്ക് നിർഭയനായി മിസ്രൈമിലേക്ക് പോകുവാൻ കഴിയും. 20-21 വാക്യങ്ങളിൽ, അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിൽ എടുത്തു. യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ മിസ്രൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോൻ്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പലർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതേ പ്രശ്നം മിസ്രൈം ദേശത്തുണ്ടായ ബാധകളുടെ കാര്യത്തിലും നാം കാണാൻ പോവുകയാണ്. അതിനാൽ ബാധകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതേക്കുറിച്ച് വിശദമായി ഞാൻ പറയാം. 22 വാക്യത്തിൽ, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. ഇസ്രായേലിലെ യാതൊരു വ്യക്തിയെയും എൻ്റെ പുത്രൻ എന്ന് ദൈവം വിളിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ജാതിയെ ഒന്നായി ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ, നിൻ്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറക. ഫറവോനോടും മിസ്രൈമ്യരോടും ഇടപെടുന്നതിൽ ദൈവം വളരെ ഇളവുകൾ കാണിക്കുന്നുണ്ട്, ഓർത്തോണം. ആദ്യം തന്നെ ദൈവം എൻ്റെ പുത്രനായ ഇസ്രായേലിനെ വിട്ടയക്കുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ കൊന്നുകളയും എന്ന് ഫറവോന് മുന്നറിയിപ്പ് നൽകി. മിസ്രൈമിലെ ആദ്യജാതനെ ദൈവം തൊടുന്നതിനു മുൻപേ സത്യദൈവത്തെ മനസ്സിലാക്കുന്നതിനും ഇസ്രായേലിനെ വിട്ടയക്കുന്നതിനും അവസരം ലഭിക്കേണ്ടതിനായി പല ബാധകളും അവരുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ ഫറവോൻ അത് മനസ്സിലാക്കുകയോ തനിക്ക് ലഭിച്ച അവസരം ഉപയോഗിക്കുകയോ ചെയ്തില്ല. 24 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. ഇത് വിചിത്രമായൊരു വാക്യമായി തോന്നുന്നു, അല്ലേ? എന്നാൽ മോശയുടെ മൂന്നാമത്തെ തടസ്സമാണ് ഇത് വെളിപ്പെടുത്തുന്നത്.
അവൻ തൻ്റെ പുത്രന്മാരെ പരിച്ഛേദന ചെയ്യുന്ന കാര്യത്തിൽ അവഗണന കാണിച്ചിരുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിൻ്റെ അടയാളമായിരുന്നു പരിച്ഛേദന. മോശ ദൈവഹിതം മറ്റുള്ളവരോട് പറയണമെങ്കിൽ അവൻ തന്നെ ദൈവഹിതം അനുസരിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു എന്നല്ല, മറിച്ച് കൊല്ലുവാൻ ഭാവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വ്യത്യാസമുണ്ട് കേട്ടോ. തൻ്റെ അനുസരണത്തെക്കുറിച്ച് നിർബന്ധപൂർവം ദൈവം മോശയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 25-26 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കുവാൻ വിഷമമുള്ള സംഭവമാണ്. മോശ മിസ്രൈമിൽ നിന്ന് ഭീരുവായി ഓടിയപ്പോൾ അവൻ മിദ്യാനിലേക്കാണ് പോയത്. നമുക്കറിയാമല്ലോ, മിദ്യാന്യർ അബ്രഹാമിന് കെത്തൂറയിലൂടെ ഉണ്ടായ സന്തതികളാണ്. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു, അവർ വിഗ്രഹാരാധികളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് അവരോട് യോജിച്ചു പോകുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല. മോശയുടെ ആദ്യ പുത്രൻ ഗർശോം മിദ്യാനിൽ വെച്ച് ജനിച്ചു. ഗർശോം എന്ന പേരിൻ്റെ അർത്ഥം അപരിചിതൻ, സ്ട്രെയിഞ്ചർ എന്നാണ്. മോശ മിദ്യാനിൽ അപരിചിതനായിരുന്നു. എന്നാൽ അത് അവൻ തൻ്റെ വീടാക്കി തീർത്തു. നിർഭാഗ്യവശാൽ മോശയുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം മോശയെ വിളിക്കുകയും മിസ്രൈമിലേക്ക് പോകുവാൻ നിയോഗിക്കുകയും ചെയ്തു. ഫറവോൻ മരിച്ചു. ഇപ്പോൾ മോശ മിസ്രൈമിലേക്ക് പോകുന്നത് അപകടകരമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു. മോശ മിസ്രൈമിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവനെ കൊല്ലുവാൻ ഭാവിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? തൻ്റെ മകനെ പരിച്ഛേദന ചെയ്യുന്ന കാര്യത്തിൽ മോശ അവഗണന കാണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുവാൻ പഠിപ്പിക്കുന്നതായിരുന്നു പരിച്ഛേദന. ജഡം ഛേദിച്ച് കളയുകയും ഓരോ ഇസ്രായേലിനും തൻ്റെ ആശ്രയം ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 106-ാം സങ്കീർത്തനത്തിൻ്റെ 31-ാം വാക്യം, റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഗലാത്യ ലേഖനം 3-6 ഈ ഭാഗങ്ങളിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസഹാക്കും യാക്കോബും അബ്രഹാമിൻ്റെ മാതൃക തന്നെ പിന്തുടർന്നു. അവർ ജന്മനാ ഇസ്രായേല്യരായിരുന്നു. എന്നാൽ പരിച്ഛേദനയായിരുന്നു അതിൻ്റെ അടയാളം. പരിച്ഛേദന എന്ന ആചാരം അനുഷ്ഠിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഒരുവൻ അബ്രഹാമിൻ്റെ മകനാകുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു പരിച്ഛേദന. അത് അവരുടെ വിശ്വാസം തെളിയിക്കുകയാണ് ചെയ്തിരുന്നത്. സിപ്പോറ പരിച്ഛേദന എന്ന ആചാരത്തെ എതിർത്തിരുന്നു എന്ന് വിചാരിക്കാവുന്നതത്രേ. മോശ അതിന് നിർബന്ധിക്കുകയും ചെയ്തില്ല. ഒരുപക്ഷെ പരിച്ഛേദന അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് മോശ ചിന്തിച്ചിരിക്കുകയില്ല. അവൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അതൊരു ഭോഷത്വമായ കാര്യമായിരുന്നിരിക്കാം. ഒരുപക്ഷെ തൻ്റെ കുടുംബജീവിതത്തിലൊരു കലഹമുണ്ടാക്കുവാൻ മോശയ്ക്ക് താല്പര്യമില്ലായിരുന്നിരിക്കാം. മോശയുടെ ഭാര്യ ദൈവവിശ്വാസം ഇല്ലാത്തവളല്ലായിരുന്നു. അവൾ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, സംശയമില്ല. എന്നാൽ ദൈവം അവരോട് അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ച ആചാരത്തെയാണ് അവൾ ചെയ്യാതിരുന്നത്. അത് കൂടുതൽ പ്രശ്നമാക്കുവാൻ മോശയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു. മോശയ്ക്ക് ഫറവോനോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞു, എന്നാൽ തൻ്റെ ഭാര്യയോട് ചെറുത്ത് നിൽക്കുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഇസ്രായേൽ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു, എന്നാൽ തൻ്റെ ഭാര്യയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനും അതിനോട് എതിർത്ത് നിൽക്കുന്നതിനും അവന് കഴിഞ്ഞില്ല എന്ന് കാണും. ഈ അനുസരണക്കേടുമായി തനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നാണ് മോശ വിചാരിച്ചത്. പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ അനുസരണക്കേടും പൂർണ്ണമാകാത്ത അനുസരണവും ഒക്കെയാണെന്ന് നമുക്കറിയാം. എന്നാൽ വളരെ ചെറിയൊരു കാര്യമെന്ന് ചിന്തിച്ച് വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ കണ്ണടച്ച് കളയും. മറ്റുള്ളവരുടെ കുടുംബത്തെ നന്നാക്കുവാൻ ശ്രമിക്കുകയും തൻ്റെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ അനേകം ക്രിസ്തീയ പ്രവർത്തകരെ പോലെയാണ് മോശയും ഈ പ്രവർത്തനത്തിൽ. ദൈവം മോശയുടെ ജീവിതത്തിൽ ഇടപെട്ടു. മിസ്രൈമിലേക്കുള്ള യാത്രാമധ്യേ അവനെ സന്ദർശിക്കുകയും സാഹചര്യത്തിൻ്റെ ഗൗരവം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആത്മീയ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും പൂർണ്ണമായി യോജിക്കാതെ വരുന്നത് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വിശ്വാസികൾ അവിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.
മോശയുടെ ജീവനെ രക്ഷിക്കുവാൻ അവൻ്റെ ഭാര്യ സിപ്പോറ ആയിരുന്നു അവരുടെ മകൻ്റെ പരിച്ഛേദന നടത്തിയത്. എന്തായിരുന്നു അവരുടെ പ്രശ്നമെന്ന് അവർക്കറിയാമായിരുന്നു എന്ന് പെട്ടെന്നുള്ള ഈ പ്രവൃത്തി വെളിവാക്കുന്നു. എന്തായാലും സിപ്പോറ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ജഡത്തിൽ ആശ്രയിക്കാതെ രക്തത്താലുള്ള വിടുതൽ അവൾ അവകാശപ്പെട്ടു. അവരുടെ പുത്രൻ്റെ പരിച്ഛേദനയ്ക്ക് ശേഷം അവർ മിസ്രൈമിൽ ചെന്ന് ചേർന്നപ്പോൾ മോശയ്ക്ക് വീണ്ടും കുടുംബത്തിൽ പ്രശ്നം അനുഭവപ്പെട്ട് കാണും. അങ്ങനെ അവൻ അവളെ അവളുടെ അപ്പൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കാനാണ് സാധ്യത. പിൽക്കാലത്ത് മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മോശയുടെ അമ്മായപ്പനായ യിത്രോ സിപ്പോറയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അവൾ നിരപ്പ് പ്രാപിക്കുകയും ചെയ്തതായി നാം കാണുന്നുണ്ട്. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ ആരാധനയുടെ ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആളുകൾ ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീർന്നിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്മേൽ ആയിരിക്കും ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് നടത്തുന്നത്. എത്ര വലിയ പാഠങ്ങളാകുന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ കരുതൽ, തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ഇവയെല്ലാം ഇന്നും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്, അവനെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും എന്ന തിരുവചനത്തിലെ ചോദ്യത്തെ മറികടന്ന് ഒരു ദൈവവേലക്കാരനും തൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയില്ല. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗൃഹവിചാരകനാകയാൽ അനിന്യനായിരിക്കണമെന്ന് തിരുവചനം നിഷ്കർഷിക്കുന്നു. ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപദേശങ്ങൾ മാത്രമല്ല, ജീവിത മാതൃകകളും നമുക്ക് വേണ്ടി വെച്ചു പോയിരിക്കുന്നു. അവ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ഓരോ ദൈവഭൃത്യൻ്റെയും കടമയാണ്.